അപ്പോൾ ഹലോ ഗായ്സ്, ദിസ് ഈസ് പി സി ഗെയിമിംഗ് സോൺ. നമ്മളാണെന്നുണ്ടെന്ന് വന്നിട്ടുള്ളത് നമ്മളെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ മറ്റേതിൻ്റെ പാർട്ടല്ല ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താ പറയുക, ആ സീരീസ് പതുക്കെ ഒന്ന് മുടിഞ്ഞങ്ങ് പോയി. കാരണം എനിക്ക് ആ വേൾഡ് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഇത്രയും നേരം കുറേ കാര്യങ്ങൾ ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി മൈൻക്രാഫ്റ്റ് കളിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത് കുറേ ബിൽഡ് വെക്കുക അങ്ങനത്തെ ആണെങ്കിൽ മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. പക്ഷേ എനിക്ക് അന്നേരം ലേശം സെറ്റപ്പ് ആവണമല്ലോ, മിനിമം ഒരു അയണെങ്കിലും ആവണമല്ലോ. ഒരു ലക്ഷത്തി ചുറ്റ പഠിച്ചോനെ മിനിമം ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ ഇവിടുന്ന് ചത്തിക്കുണ്ടാവും. ഞാൻ അങ്ങനെ കുറേ വേൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഹാർഡ്കോർ വേൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ എപ്പിസോഡിൽ ലാസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് കാണാൻ എന്തായാലും ഇത് നിങ്ങൾ പറയുക അതേ വേൾഡ് തന്നെയാണ് ഈ സാധനം. ഈ വേൾഡ് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു, ലേശം സേഫായി കളിക്കുകയും ചെയ്തു. ഹാർഡ് കോർ ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞെക്കിയതാണ്. ഇത് ഞാനിപ്പോൾ ഹാർഡ് കോർ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ച് കളി തുടങ്ങിയതായിരുന്നു. നോക്കുമ്പോൾ ഈ സാധനം ഇനി മാറ്റാൻ പറ്റത്തില്ല കേട്ടോ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. പിന്നെ അതാണ്ട് നമ്മൾ 22 അയൺ ഉണ്ട് നമുക്കിപ്പോൾ. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് 100 പേരുണ്ടാക്കേ. എനിക്കാണിവിടെ ഈ സാധനത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ. ഇത് നമ്മളെ പുതിയൊരു മൈനിങ്ങിലൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മളങ്ങ് കണ്ടെത്തിയതാണ് കേട്ടോ. എടാ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് വന്നേ, ഈ വെള്ളത്തോടൊക്കെ വന്നതാണ്. ഇപ്പോൾ ബേസൊക്കെ ഞാൻ സെറ്റാക്കി, വീടെല്ലാം ഉണ്ടാക്കി. അതെല്ലാം നമ്മൾ റെക്കോർഡിങ് എന്നെ പാടം അടിച്ചിട്ടില്ലേ. വെള്ളത്തിൽ പോകുമ്പോൾ ഒന്ന് അടിക്കരുത്, അടിച്ചെന്നാണല്ലേ. ക്രീപ്പറിലേക്ക് പൊട്ടി ക്രീയൻ്റെ എടാ ഇവിടെ ലൈറ്റില്ലാതെ കൊണ്ട് ഒന്നാമതൊന്നും കാണുന്നില്ല. ചത്ത് 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 എന്ന് പറയുന്നത് മുകളിലോട്ട് പോരാ കേട്ടോ. നമ്മളിപ്പോൾ താഴോട്ടേക്ക് പോകാൻ പോലല്ലേ, ഇവിടെ താഴോട്ട് തന്നെ പോകുന്നത്. അയ്യോ താഴത്തി ഇത് ലേശം പണിയുണ്ട് കേട്ടോ. ഞാൻ പുറത്തോട്ട് എത്തിയിട്ട് കാണേ. അത് സംഭവം ലേശൊരു സംഭവം മുകളിലേക്ക് എത്ര നാളാവും. അപ്പോഴേക്കും ഓക്സിജൻ കിട്ടാണ്ട് ചാവുമെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. കണ്ടോ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ എന്തോ ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കയറണം. എന്തായാലും ഇടയ്ക്ക് എത്തുന്നുണ്ട്, അത് മാത്രം അറിയാം. പുറത്തെത്തി നൈറ്റാണ്. ഞാൻ ഹാർഡ് കോർ ആണെന്ന് വിചാരിച്ച് കളി തുടങ്ങിയതാണ്. കുറേ പ്രാവശ്യം ചത്തിട്ടുണ്ട്. ഇനി ചാവരുത്. ഇത് ഹാർഡ് കോർ പോലെ തന്നെ ഞങ്ങളങ്ങ് വിചാരിച്ചത്. എനിക്കിപ്പോൾ അത്രേ പറ്റുക, ഇതിന് ഹാർഡ് കോർ ആക്കാനൊന്നും പറ്റത്തില്ല. അല്ലേ വേണ്ട കേസ് സാധാ ഒരു ലക്ഷ്യം. ഹാർഡ് കോറിൻ്റെ ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് കേട്ടോ. ലേശം കൂടി ഞാനൊന്ന് പ്രോ ആവാനുണ്ട് കളിക്കാൻ. അറിവിലല്ല, കളിക്കാൻ ലേശം കൂടി ഞാനൊന്ന് പ്രോ ആവാനുണ്ട്. അത് പ്രോ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരേ പൊടിയായി. പിന്നെ നമ്മൾ ഒരു ഹാർഡ് കോർ സീരീസ് അങ്ങ് തുടങ്ങും. അതിൽ ഡ്രാഗനെ കൊന്ന് വിതറിനെ കൊന്ന് മുമ്പിൽ കളി ചെയ്യും. ഡ്രാഗനെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുഡൊന്നും കണ്ട് ഞെട്ടുണ്ടേ ചെയ്യണ്ട. കാരണം എനിക്ക് നല്ലോണം ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ സമയം കിട്ടിയൊരു ടൈമാണ്, അതിനെക്കൊണ്ട് ഞാൻ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. ഈ ബാമ്പ് വളർന്നില്ല, ഞാൻ എടുത്തിരുന്നു അതിന് മുന്നേ. അത് വേറെ വേൾഡിലാണോ? കാരണം ഇതേപോലെ ഞാൻ കുറേ വേൾഡ് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമുള്ള അത് ഫസ്റ്റ് എടുക്കുന്നത് ഫസ്റ്റായിട്ട് തന്നെയാണ്. അതായത് ഇതാണ് നമ്മളെ ബേസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കണം, വലിയ രസമൊന്നുമില്ല കേട്ടോ ബേസ്. എനിക്ക് ഒരു ട്രൈഡൻറ്റ് ഇവൻ്റെ അടുത്തല്ല, ട്രൈഡൻറ്റുള്ള അല്ല, വേറെ അടുത്തിൻ്റെ അടുത്താണ്. എനിക്ക് ട്രൈഡൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങിയാലോ. ഇത് പിന്നെ നമ്മളെ ഇതില്ലേ വൺ ബ്ലോക്കിൻ്റെ അതേ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ഡിസൈൻ ഇതാണ്ട് വലിയ രസമൊന്നുമില്ല സത്യം പറയണ്ടേ. ഞാൻ വേഗം ഉണ്ടാക്കിയതാണ്, അതിനോടാണ്. പിന്നെ ട്രാപ്പാട്ടോ. ട്രാപ്പ് എന്ന് പറയുന്നത് അവരുടെ ഇതിലേക്ക് ഇങ്ങനെ വന്നിട്ട് കയറി വരുന്ന ടൈമിന് ഇമ്പക്ക് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ അതിനെ അടിച്ചിടാം. അത്രേ ഉള്ളൂ. ഇമ്പക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചാടി പോവാം. പക്ഷേ വീണാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ തന്നെ കയറൂലേ. ഇവിടെ റീസൺ സെറ്റ് ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ ബേസ്. ഉള്ളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ മെയിനായിട്ട് കേട്ടോ. ഇത് നമ്മളെ മെയിനായിട്ട് ഞെക്കിയാൽ ഫുഡ് വരും. വന്ന് പക്ഷെ ഇതെല്ലാം എങ്ങോട്ടാ പോകുന്നേ? എനിക്കിടത്തൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കൂടിയിട്ടുണ്ട്. കൂടി ഇതിൻ്റെ അകത്തുള്ള ഫുഡൊക്കെ ഞാൻ കൊണ്ടുവച്ച് കളഞ്ഞ്. ഇതിൻ്റെ അകത്ത് ലേശം ബസ്സാണ് കളഞ്ഞിട്ടില്ല, ലേശം ആക്കി. ഇനിയിപ്പോൾ എന്താ ആർമർ ആവല്ലേ.
ഫാസ്റ്റ് നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കണം. പിക്കാക്സ് ആണ് പിന്നെ നമുക്ക് കാര്യമായിട്ടുള്ള അയൺ മൈനിങ്ങിനൊന്നും അല്ലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തു നിങ്ങളെ കാണിക്കാം. എനിക്ക് അത്യാവശ്യം നിങ്ങളെ കമൻറ്റ് ചെയ്തു, നിങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്തു. ഞാൻ ആ ഗെയിം കൂടെ കളിക്കാൻ പറ്റും, ഞാൻ കളിച്ചിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പിക്കാക്സ്, പിന്നെ ഒരു ഹെൽമെറ്റ്, ഒരു ഇത്, പിന്നെ ഒരു ബൂട്ട്, ലെഗിൻസ് ഉണ്ടാക്കാനുള്ള അയൺ നെഹീബ്. ബട്ട് നോട്ട് പ്രോബ്ലം ഗൈസ്. എന്തിനു പേടിക്കണം നമ്മൾ? എന്തിനു പേടിക്കണം? ഇമ്പളടുത്ത് അയൺ ഉണ്ടെങ്കിൽ ഇമ്പൾ ഉണ്ടാക്കിയിരിക്കും, അത്രേ ഉള്ളൂ അല്ലേ ഗൈസ്? ഞാനാണെന്നുണ്ടെ ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കും, അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ് ആൻഡ് ബൂട്ട്. ഡയമണ്ട് ആർമർ ഇട്ട പോലെ ഉണ്ട് ലാസ്റ്റ്. ലെഗിൻസ് നമുക്ക് സെറ്റ് ആക്കുക ഗൈസ്. നിങ്ങൾ എന്തിനു പേടിക്കണം? ലെഗിൻസ് ഇല്ലെങ്കിലും നോട്ട് പ്രോബ്ലം ഗൈസ്, നോട്ട് പ്രോബ്ലം. അങ്ങനെ ഉണ്ട്. നമ്മൾ അയൺമാൻ്റെ സൂട്ടപ്പ് ചെയ്യുമ്പോൾ നമ്മളങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷീൽഡ് പിന്നെ ആദ്യം ഉണ്ടാക്കിയാണ് നമ്മളെ സേഫ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. പിന്നെ ബേസിൻ്റെ ഉപയോഗം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ സാധനം കാണിച്ചു തരാം, ഡിസ്പെൻസറിൻ്റെ ഇത്. ഞാൻ പിന്നെ ഇതിന് മുന്നേ അയൺ മൈനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അതേ ഗെയിമത്തിന്. ഇതാണ്ട ഈ സാധനം കണ്ട, ഇവിടെ ഒരു സംഭവം ഉണ്ട്, കണ്ട ഇവിടെ. ഇതിൻ്റെ അകത്ത് ഹോപ്പർ, ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട എന്ത് വേണേൽ വെക്കാം. ഇപ്പം ക്യാരറ്റ് വെച്ചിരിക്കുക, ക്യാരറ്റ് പോയി ഹോപ്പറിലോട്ട് വരും, ഹോപ്പറിലോട്ട് വന്ന് ഈ ഡിസ്പെൻസറിൽ പോകും. ഇതിൻ്റെ ആ ബട്ടൺ ഞെക്കുമ്പോൾ അതേ ക്യാരറ്റ് നമുക്ക് കിട്ടും, അത്രയേ ഉള്ളൂ. വലിയ പരിപാടിയൊന്നും അല്ല കേട്ടോ. ഇതെൻ്റെ ചെറിയൊരു ബുദ്ധിയിൽ വെച്ചൊരു കാര്യം തന്നെയാണ്. അതിത്ര വലിയ സംഭവം ഒന്നല്ല. റിസ്റ്റോൺ ദൈവം എന്നല്ല ഞാൻ, മൈൻക്രാഫ്റ്റ് ദൈവം എന്നല്ല ഞാൻ. ഞാനൊരു ഒരു പ്ലെയറാണ് സാധാ. എന്നിട്ട് ഈ ബട്ടൺ ഞെക്കുമ്പോൾ ഓരോരോ സാധനം ഇങ്ങനെ വരും, എപ്പോൾ വരും. വന്ന് കണ്ടോ, മീൻ വന്നേണ്ടോ. ക്യാരറ്റെപ്പോഴും എന്നോട് ചെയ്ത് അപ്പോഴെങ്കിലും. പിന്നെ ഗ്ലോയിങ് ഐറ്റം ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാധനം കൊണ്ട്. ഇവിടെ ഉണ്ടാവേണ്ടതാണത്. ഇതവിടെ നേരത്തെ കൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു വിശ്വസിക്കട്ടോ. സ്ക്രീനിലുണ്ട്, അതിൽ ശേഷം ഒന്ന് ബാക്കോട്ട് അടിച്ച് ചോദിക്കണ്ടേ കാണാം. പിന്നെ മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് സീരീസിൽ ഞാൻ ജസ്റ്റ് ഒരു ഇത് വെറുതെ എടുത്തതാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒന്നാമത്തെ നമ്മൾ ഇത്രയും ഒരു സാധനം ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയേ നമ്മൾ സെറ്റ് ചെയ്തു, അതും വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ആരെ കാണിക്കുക? നിങ്ങളുണ്ടോ കാണുന്നത്? ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓണാക്കണ്ട വെള്ളത്തിലായി. ഇത് ഏറ്റവും അടിയിലാണ് വെച്ചത് ഞാൻ. ഇവിടെ പിന്നെ വെച്ചിട്ട് കാര്യമല്ല ക്ലാസ്, അതിനോണ്ടാണ് ഞാൻ വെക്കാൻ. അന്നേരം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ സാധനം ഇവിടെ നിന്ന് മാറ്റിക്കാടാ. ഐക്യു യൂസ് ചെയ്യണ്ടേ? ഇതാണ്ട് ഇത് ഇവിടെ വെച്ചാളെ. എന്തിന് പേടിക്കണല്ലേ? സ്ഥലം ഇഷ്ടംമാതിരി ഉണ്ട്. നമ്മുടെ കയ്യിൽ വണ്ടിയാണ്, അത് ഈ ബാരലിരുന്നോട്ടെ. നമുക്ക് മൈനിങ്ങിനൊക്കെ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ. 2 അയൺ ബാക്കിയുണ്ട്, നമുക്ക് അതിനൊരു സോഡും ഉണ്ടാക്കിയൊക്കെ. മൈ ന്യൂ സോഡ് ആൻഡ് മൂന്നല്ലോ, മൈ ന്യൂ സോഡ് ആൻഡ് മൈ ന്യൂ പിക്കാക്സ് എല്ലാം സെറ്റ് തന്നെ, സെറ്റാണ്. നമ്മളിപ്പോൾ ആർമറിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും സെറ്റ് തന്നെയാണ്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആർക്കും എങ്ങനെ കിട്ടിയിട്ടുണ്ടോയെന്ന് പറയണേ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ ഫോട്ടോ ഉണ്ട്, ഞാനൊന്ന് കാണിച്ചു തരാം. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? യെസ് ഗൈസ്, റാൻഡംലി സ്പോൺ ആയിട്ടുള്ളതാണ് ഈ ഒരു ഷീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷീപ്പ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം. ഞാൻ ഈ സാധനം കൊണ്ട് ഒരു ഡൈ ആക്കിയിട്ട് ബെഡ് ഒന്ന് റെഡ് ആയിക്കോട്ടെ. ഡൈ അങ്ങനെ ആക്കുക, അങ്ങനെ ഒക്കെ പോലെ 2 ഡൈ കിട്ടും. ആ 2 ഡൈ ഇല്ല 4 ഡൈ കിട്ടും. ഈ 2 ബെഡ് അങ്ങ് എടുത്തിട്ട് 2 ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഡൈയും ഇങ്ങനെ വെച്ചിട്ട് ഒരു റെഡ് ബെഡായി. ഒന്നുകൂടി അങ്ങനെ വെച്ചിട്ട് ഡൈ ആണെന്നുണ്ടെങ്കിൽ 2 ഡൈ ബ്ലാക്ക് അല്ല റെഡ് ബെഡ് ഈസ് റെഡി. നമ്മുടെ ക്ലാസിക് ബെഡ് കേട്ടോ, ക്ലാസിക് നല്ല ക്ലാസിക് ബെഡാണ്. പിന്നെ അത് അത്ര വലിയ സ്ഥലം നല്ലല്ലോ, ഞാൻ സേഫ്റ്റി സംഭവം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞേക്കാൻ പറ്റിയ സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും ബിൽഡിംഗ് പണിഞ്ഞേക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സീരിയസ്ലി എനിക്ക് ഇപ്പോഴാണ് തോന്നിയത്. പിന്നെ നാളെ നമുക്ക് ലേശം പ്ലാനൊക്കെ ഉണ്ട്. പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എന്തായാലും പറഞ്ഞുതരാം. നാളെ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കത്തില്ല, അങ്ങനെയല്ല ലേശം ബിൽഡിംഗ് ഒക്കെ ചെയ്യും. ഇവിടെ ഒന്ന് ഫ്ലാറ്റ് ആക്കും. ഇവിടെ ശവലടെ ശവലൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ശവല ഉണ്ടാക്കേണ്ട എന്തിനില്ല. ഞാൻ പറഞ്ഞുതരാം സംഭവം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. ശവം ഉണ്ടാക്കാൻ ഈ ശവലെടുത്തിട്ട് ഞാൻ ഓഫ് ക്യാമറയിലാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ബിൽഡിങ്ങുകളെ ഞാൻ കാണിക്കും കേട്ടോ അങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ. ഇവിടെ അല്ലേ അങ്ങനെ ഫ്ലാറ്റ് ആക്കുമ്പോൾ ഇങ്ങനെ
അയ്യോ ഇവിടെ മാത്രം ഫ്ലാറ്റ് ആക്കിയാൽ ബാക്കിയുള്ളൊന്നും ഫ്ലാറ്റ് ആക്കണ്ട. ഫ്ലാറ്റാക്കി കഴിഞ്ഞു, ഫ്ലാറ്റ് ആക്കേണ്ട പണിയൊക്കെ കഴിഞ്ഞു. ഇവിടെ അങ്ങനെ ഫ്ലാറ്റ് ആക്കിയിട്ട് ഇവിടെ ലേശം ഒന്ന് ലെവലാക്കി സെറ്റ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു വാഷ് ടവറാണ് സെറ്റ് ചെയ്യാൻ നമ്മുടെ ഉദ്ദേശം. അങ്ങനെ ഉണ്ടാവും. വാഷ് ടവർ സെറ്റ് ചെയ്യുമ്പോൾ ഒരു വൈബ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ സ്ഥലം മാറ്റണമെന്നുണ്ട് അതും പറഞ്ഞു കേട്ടോ. നിങ്ങൾ എന്ത് കമൻറ്റ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ചെയ്യൂ. നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. നിങ്ങൾക്ക് എന്ത് വേണേൽ കമൻറ്റ് ഇടാം, എന്ത് വേണേലും കമൻറ്റ് ഇടാം. പിന്നെ ഒരു പാത്തും കൂടേക്കും കണക്റ്റ് ആവും. പാത്തും കൂടി ഇപ്പോഴങ്ങ് കളിച്ചിട്ടേ അത് ഇങ്ങനെ ചെറിയ ചെറിയ പണി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. പിന്നെ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ലേ വീഡിയോ എടുക്കുന്നല്ലേ. ഇപ്പം നേരെ കൊണ്ടുവച്ചിട്ട് ഇവിടെ കണക്റ്റ് ആവും. ചില സ്ഥലത്തെല്ലാം നമ്മൾ സ്റ്റോണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേ. ഞാൻ എന്താ പിക്കാക്സോട്ട് പൊട്ടിച്ച് നോക്കിയത് ഇതായതാണ്. ഇതാണ്ട് ഇടയ്ക്ക് സ്റ്റോണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് നമ്മളെ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു പാത്ത് എന്ന് പറയാൻ പറ്റുമോ? പാത്തായി ബാക്കി പാത്തെല്ലാം കണക്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഇവിടെ ഒരു പാത്ത് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. പാത്ത് ഇവിടെ പിന്നെ പച്ചപ്പെല്ലാം കുറവാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. പാത്തൊക്കെ സെറ്റാക്കി നമ്മളെ വീട് സെറ്റാണ്. അതാണ്ട് ഈ പാത്ത് നേരെ വന്ന് കയറാൻ പോകുന്നത് അങ്ങോട്ട് നമ്മുടെ ഇവിടത്തേക്ക് കയറിക്കണ്ട. പിന്നെ ഒരു ഇതുണ്ടാവും. ഈ ഓട്ടോയിൽ ഞാൻ അടച്ചോളൂ, പേടിക്കണ്ട. ഇവിടെ നമ്മൾ ഒരു വാച്ച് ടൈം അവറല്ല, വാച്ച് അവർ. അവിടെ മറ്റേ ഇതിനെന്താ പറയുക, വാച്ച് ടവർ. അത് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഇവിടെ അതിൻ്റെ റിസോഴ്സെല്ലാം നമ്മൾ ഓഫ് ക്യാമറയിൽ തന്നെ സെറ്റ് ചെയ്തോളൂ. എനിക്ക് ഈ വീഡിയോ ഒന്നും തന്നെ ഇടണമെന്നുണ്ട് കേട്ടോ. പറ്റുമോ നോക്കട്ടെ. നമ്മളെല്ലാം ഓഫ് ക്യാമറയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട. പിന്നെ എനിക്ക് ഈ സ്ഥലമൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ട് നല്ല പണിയുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല ഈ സ്ഥലം എന്ന് അറിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥലം കണ്ടോ, ഇവിടെ മല ഇടുക്ക് അങ്ങനത്തെ ഒരു സ്ഥലം തന്നെയാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. പൊട്ടനാണെന്ന് വെച്ചാൽ പൊട്ടനല്ല. ഈ വെള്ളമുള്ളതുകൊണ്ട് ഇവിടെ വീടുണ്ടാക്കിക്കണമെന്ന് വലിയ താല്പര്യം കൊണ്ടാണ്. പിന്നെ ഈ വേണേലും ഈ വീട് ഇവിടെ തന്നെ കിടക്കട്ടെ, ഫസ്റ്റ് പീസ് ആക്കി എടുക്കാം. നമുക്ക് വേറെ ഏത് സ്ഥലം വേണേലും ചൂസ് ചെയ്യാം. വേറെ കുറേ സ്ഥലം ഉണ്ടാവും ഇവിടെ. ആ സ്ഥലം വേണേൽ നമുക്ക് ചൂസ് ചെയ്യാം. ഒരു നെതർ പോർട്ടൽ അങ്ങ് ഉണ്ടാക്കിയിട്ട് ഈ വീട് ഈ ഒരു ഓർമ്മയ്ക്ക് ഇവിടെ തന്നെ അങ്ങനെ തന്നെയും കിടക്കട്ടെ. അത്രേ ഉള്ളൂ. ഇതിനകത്തുള്ള സാധനങ്ങളും ഐറ്റംസൊക്കെ നമ്മൾ എടുത്തോണ്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെ ഡോറില്ല കേട്ടോ. ഒന്നാം കയറി തന്നെയാണ്. ഇവിടെ ഡോറ് വെച്ചിട്ടുണ്ട്. എന്തിനപ്പോൾ ഇവിടെ എന്തായാലും ഈ ഒരു ട്രാപ്പൊക്കെ ഉള്ളതല്ലേ, കുഴപ്പമില്ല. ഇത് നമുക്ക് രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്നില്ല കേട്ടോ. രാവിലെ ആണെന്നുണ്ടെങ്കിൽ രാത്രി ആണെങ്കിൽ അല്ലെങ്കിൽ 2 നേരം ഞാൻ അടച്ചിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. തുറന്നിട്ട് ഇതിനെയാണ് തുറന്നിട്ടെന്ന് പറയാം, മറ്റേ അടച്ചിട്ട് അങ്ങനെയാണ്. ചാടി അങ്ങ് പോയാൽ മതിയല്ലോ. പിന്നെ വേറെ എന്താ സീനി. പക്ഷേ മോക്സിന് ചാടാണ്ട് കഴിയില്ല. അതല്ല അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.